ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എന്താണ് ഇതിനൊക്കെ നമ്മൾ പറയുക? ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണിത്. നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് സ്കൂളിലേക്ക് തന്നെയാണോ കോളേജിലേക്ക് തന്നെയാണോ എന്ന് എന്ത് ഉറപ്പാണ് മാതാപിതാക്കൾക്ക് നൽകാൻ സാധിക്കുക? കുട്ടികൾ തെറ്റിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണത്തോടു കൂടിയിട്ടുള്ള വീഡിയോ ആണിത്. +1 +2 ഈ കുട്ടി പഠിക്കുന്നത് എന്ന് വ്യക്തമല്ല. എന്തായാലും കുട്ടി സ്കൂളിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ സ്കൂളിലേക്കല്ല പോയത്, മറിച്ച് മറ്റു പല പരിപാടികൾക്കുമാണ്. അതായത് ലഹരി ഉപയോഗവും അത് വിൽപ്പനയും. കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും കുട്ടിയുടെ പുറകിൽ ഇങ്ങനെ പോകാൻ മാതാപിതാക്കൾക്ക് സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് ശരിയും തെറ്റും മനസ്സിലാക്കിയിട്ട് തെറ്റിലേക്ക് പോകാതിരിക്കുക. കാരണം ലഹരിയുടെ ഉപയോഗം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ മറ്റു ലഹരി ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഈ ഒരു സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അധിക നാൾ നിങ്ങൾ ആരോഗ്യത്തോടു കൂടിയിട്ട് ഉണ്ടാകില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് പണി ഉണ്ടാക്കാതിരിക്കുക. എന്തായാലും ഒരു പ്രദേശവാസി ആളൊഴിഞ്ഞ ബിൽഡിങ്ങിൻ്റെ മുകളിൽ അസ്വാഭാവികമായിട്ട് ഒരു ചെറിയ പയ്യൻ +1 പഠിക്കുന്ന ഒരു പയ്യന് കയറുന്നത് കണ്ടിട്ട് അത് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. സത്യത്തിൽ അവിടെ സംഭവിച്ചത്, ആ കുട്ടി എന്ത് ചെയ്യാണ്, ഒരു പയ്യൻ്റെ കയ്യിൽ നിന്ന് ലഹരി വാങ്ങുന്നു. അതായത് എമ്മോ അങ്ങനത്തെ എന്തോ സംഭവമില്ലേ, അത് വാങ്ങിയിട്ട് ബാഗിലിടുന്നു. എന്നിട്ട് ആ കുട്ടിക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി വന്നത് ആ കുട്ടി മറ്റുള്ളവർക്ക് വിൽപ്പന നടത്തുകയാണ്. അതായത് ഫ്രണ്ട്സിനൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുന്നു. അതായത് എത്തിച്ചു കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ്. കുട്ടികൾക്ക് ലഭ്യമായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാനാണോ പാട്? അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂള് വിട്ട് മക്കൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നാണല്ലോ. അതുകൊണ്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും വിചാരിക്കേണ്ട. കുട്ടിയുടെ ബാഗ് പരിശോധിച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൻ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ പോക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മകൻ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ മകൾ എന്ത് വിചാരിക്കും. പെൺകുട്ടികളും അത്ര മന്മരൊന്നുമല്ല, അവരും ഈ മേഖലയിൽ നല്ല എക്സ്പേർട്ടാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് സ്കൂള് വിട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഓരോ പാരൻസും ചെക്ക് ചെയ്യേണ്ട കാര്യം, മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് പരിശോധിക്കുക. അതിൽ വാട്സപ്പ് ചാറ്റുകൾ, കോളുകളൊക്കെ ഒന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ ബാഗ് നിർബന്ധമായിട്ടും പരിശോധിക്കുക. പല രീതിയിൽ, പല വിധത്തിൽ, പല ടൈപ്പിലായിട്ട് നമുക്ക് ഈ സാധനം അവൈലബിൾ ആണ്, ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാഗൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട്, റൂമിൽ ഇരുന്നു കൊണ്ട് അവർ രാത്രി സമയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ബാഗ് പരിശോധിക്കുക, അവരുടെ പോക്കറ്റ് പരിശോധിക്കുക. ഇടയ്ക്കിടയ്ക്ക്, എല്ലാ ദിവസവും വേണമെന്നില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ മക്കളെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക. സ്കൂളിലേക്ക് എത്തുന്നുണ്ടോ, ടീച്ചേഴ്സിനോട് അന്വേഷിക്കുക. അതേപോലെ തന്നെ കൂട്ടുകെട്ട് ആരൊക്കെയായിട്ടാണ് എന്ന് ഒന്ന് അന്വേഷിക്കുക. എവിടേക്കാണ് പോകുന്നത്, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ആരൊക്കെയാണ്, എവിടേക്കൊക്കെ ആയിട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അന്വേഷിക്കുക. ഇപ്പോഴത്തെ കാലത്ത് ഈ അന്വേഷണമൊന്നും ഇല്ലെങ്കിൽ കുട്ടികളെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ വാർത്തകളിലായിട്ടും ന്യൂസിലായിട്ടൊക്കെ പിടിക്കപ്പെട്ടു, ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തയിൽ നമ്മുടെ മക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.